السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على خير خلق الله وآله وأصحابه الفائزين برضا الله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ശൈഖുനായുടെയും മറ്റിവിടെ മറവിട്ട് കിടക്കുന്ന സാദാത്തുക്കളുടെയും ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ അക്കീദയിൽ അടിയുറച്ച് ജീവിച്ച് അതിൽ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ സമസ്തയുടെ ഖുലാസയാണ് എന്ന് പറഞ്ഞാൽ, സമസ്ത എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ശംസുൽ ഉലമ എന്ന് പറയാം. സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ചോദിച്ചാൽ ശംസുൽ ഉലമ എന്ന് പറയാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം പറഞ്ഞാൽ സിറാത്ത് മുസ്തഖീം ഞങ്ങൾ ചേർക്കണം എന്നതിന് ഖുർആൻ പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണം എന്നാണ്. നമ്മുടെ മുമ്പുള്ള മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ശംസുൽ ഉലമയുടെ മാർഗം എന്ന് തീർത്തു പറയാം. അതുകൊണ്ട് ആ വഴിയിൽ ഞങ്ങളെ ചേർക്കണം എന്നാണ് ഇഹ്ദിന എന്ന് പറയുന്നതിൻ്റെ പ്രാർത്ഥനയുടെ സാരം എന്ന് ചുരുക്കം. ഇത് വിശ്വസിച്ചുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതണം. ആ നിലക്ക് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞ് വേറെ കൂട്ടരൊക്കെ ഉണ്ടാവും, ഓരോ കാലത്തും പൊട്ടിപ്പുറപ്പെടും. അവരെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് നമുക്ക് ശംസുൽ ഉലമ കാണിച്ച് വെട്ടിത്തെളിച്ച് തന്ന ആ പാത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ആ പാതയിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ മക്കാമില് തങ്ങന്മാരുടെ മക്കാമാര് യമനിൽ നിന്ന് വന്ന തങ്ങന്മാരാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ എന്ന് പറഞ്ഞ അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഇസ്ലാം ദീൻ നിലനിർത്തേണ്ട ആൾക്കാരാണ് അവിടെ ഉള്ളവരെന്നാണ് അതിൻ്റെ അർത്ഥം. പിൽക്കാലത്ത് ഇസ്ലാം നിലനിർത്തേണ്ട ആൾക്കാർ, അതിൻ്റെ പ്രബോധകർ, അതിൻ്റെ പ്രചാരകർ അവരാണ്. അങ്ങനെ അവരെല്ലാ നാടുകളിലും സഞ്ചരിച്ച കൂട്ടത്തിൽ ഇവിടെയും വന്നു. അങ്ങനെയാണ് തങ്ങന്മാർ ഇവിടെ എത്തിയത്. പല തങ്ങന്മാരും അവിടെ നിന്ന് വന്നവർ തന്നെയാണ്. സമസ്ത ഉണ്ടാക്കിയ നേതൃത്വം കൊടുത്ത വരക്കൽ മുല്ലക്കത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ ഇവിടെയാണ്. അവരുടെ പാപ്പയാണ് ഇവിടെ വന്നത് ആദ്യം. ആ വന്നവരൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവിടെ കിടക്കുന്നത്. ഈ തങ്ങന്മാരെ കൂടെ യമനിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, തങ്ങളല്ലാത്ത ഒരാൾ, മുഹമ്മദ് ഖാജ. അതാണ് മുഹമ്മദ് കോയ എന്ന് ശൈഖുന പറഞ്ഞിരുന്നു. എന്താ ഈ കോയ? ഖാജയാണ്. ഖാജ കോയയായതാണ്. എൻ്റെ ഉപ്പാപ്പ മുഹമ്മദ് ഖാജയായിരുന്നു. അവര് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഉപ്പാപ്പൻ്റെ കൂടെ വന്ന ആളാണ്. അങ്ങനെ ഇവിടെ വരാൻ കാരണം കാത്തിബി, അദ്ദേഹം കാത്തിബി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലർക്ക്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കാര്യസ്ഥൻ. മലയാളത്തിൽ കാര്യസ്ഥൻ എന്നാ പറയാ. ആ കാര്യസ്ഥനായിട്ട് വന്നതാണ് ശൈഖുനായുടെ ഉപ്പാപ്പ. അങ്ങനെ വരക്കോക്കൽ മുല്ലക്കോയ തങ്ങള് നമ്മുടെ സമസ്ത ഉണ്ടാക്കി. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടാക്കി ആ സമസ്ത അതിനൊരു പ്രത്യേക ലക്ഷ്യത്തിൽ, പ്രത്യേക ഒരു സാഹചര്യത്തിൽ, അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയതാ. ഉണ്ടാക്കി അങ്ങനെ വന്നപ്പോഴേ പിൽക്കാലത്താണെങ്കിലും വളരെ വൈകാതെ തന്നെ ശംസുൽ ഉലമ അതിൽ അങ്ങായിട്ടുണ്ട്. വെല്ലൂരിലെ മുദരിസൊക്കെ ആയിട്ട് അത് കഴിഞ്ഞു വന്നതിന് ശേഷം അതിലേറ്റവും വലിയ പ്രഗത്ഭനായ പ്രാസംഗികനായി സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ വിളംബരം ചെയ്ത മഹാനാണ്. ശക്തമായിട്ട് നേരിട്ട മഹാനാണ്. വഹാബി പ്രസ്ഥാനത്തെയും പിന്നീട് വന്ന എല്ലാ ദുഷ്ട പ്രസ്ഥാനങ്ങളെയും ശക്തമായി നേരിട്ട. അതുകൊണ്ടാണ് ഇ കെ എന്ന് പറഞ്ഞാൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ മാത്രമല്ല, ഇ കെ സഹോദരന്മാർ മുഴുവനും അങ്ങനെയാണ്. ഇ കെ അസം മുസ്ലിയാർ മുതൽ പേര് കേട്ട ആളാണ്, ഗണന പ്രസംഗത്തിലും വാദപ്രതിവാദത്തിലും ഒക്കെ. അങ്ങനെ ഇ കെ കുടുംബം, എഴുത്തച്ഛൻ കണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഇ കെ എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ കണ്ടി എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ അറബിയിൽ പറഞ്ഞാൽ കാത്തിബി എന്നർത്ഥം. എഴുതുന്ന ആള്, മന്ത്രിന്റെയും വരിയൊക്കെ കാര്യങ്ങൾ എഴുതുന്ന ആളാണല്ലോ, പേഴ്സണൽ അസിസ്റ്റന്റ്. ആ നിലക്ക് അങ്ങനെ പോന്നതാ. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ നമ്മള് തങ്ങളില്ലേ, തങ്ങള് സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്നേ. സമസ്തന്റെ പ്രസിഡന്റ് ആയിട്ട് തങ്ങളുടെ അസ്ഹരി തങ്ങൾ വലിയ പണ്ഡിതനാണ്. അറബ് നാടുകളിലൊക്കെ കോളേജുകളിലൊക്കെ ക്ലാസ് എടുത്ത പ്രിൻസിപ്പാളായ അങ്ങനെയുള്ള ഒരു മുദരിസായ ആളാണ്. അദ്ദേഹത്തെ ഒരു കാലത്ത് പ്രസിഡന്റാക്കി. അതൊക്കെ ഒരു നിയോഗമാണ്. അങ്ങനെ 70-ാം വാർഷികം നടന്നു. നമ്മുടെ സമസ്തയുടെ വലിയ 70-ാം വാർഷികം 1996 നടന്നു. ആ 96 നടന്നത് കടപ്പുറത്ത് വെച്ച. അന്ന്
ആ സമ്മേളനത്തിൽ ഒരാള് എളേറ്റിൽ ഒരാള് വെള്ളത്തിൽ പോയി കടലിൽ പോയി മരിച്ചു. ആ മരിച്ച ആളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സമ്മേളനത്തിന്റെ സമ്മേളന അവസാന ദിവസത്തിന്റെ പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അദ്ദേഹത്തെ എളേറ്റിൽ കൊണ്ടുപോയി മറവൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സമസ്തയുടെ ഓഫീസിൽ വന്നു, കോഴിക്കോട്. വന്നപ്പോൾ അസ്ഹരി തങ്ങളുണ്ട് അവിടെ. വിദ്യാഭ്യാസ ബോർഡിന്റെ പഴയ മാനേജർ മരിച്ചുപോയ മൂസ മുസ്ലിയാരുണ്ട്. ഒരു ജീപ്പും ഉണ്ട് അവിടെ. ഞാൻ കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ പൈസനും കൂട്ടാ നമ്മൾ കയറി നടന്നു. എങ്ങട്ടാ ഞാൻ അറിയില്ല, തങ്ങൾ പറഞ്ഞല്ലേ കയറാൻ. ഞാൻ കയറി, മൂസ മുസ്ലിയാരും കയറി. അങ്ങനെ ഇങ്ങോട്ടാ പോകുന്നത്, വരക്കല്. ഇവിടെ ഈ വീട്ടില് അവിടെ 2 പെണ്ണുങ്ങളാണ് അതിന്റെ അവകാശികളായിട്ടുള്ളത്, തങ്ങന്മാർ, സയ്യിദത്തുകളായ. ബഹുമാനപ്പെട്ട തങ്ങളും ആരും ഇരുന്നിട്ടൊന്നുമില്ല, കൊലായിൽ അവിടെ നിന്നു ആ വാതിലിന്റെ അടുക്കല്. വരി കുട്ടികളെ എന്ന് പറഞ്ഞ കുട്ടികൾ ആ വാതിലിന്റെ പൊടിയിൽ അവിടെ നിന്നു. അന്ന് ഇവിടെ ഇളിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്ന മരമൊക്കെ കഴുക്കോലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഒരു കെട്ടിടമാണ് ഉള്ളത്. അതിനുള്ളിലാണ് ഇവിടെ കബറുകളും ചെറിയൊരു പള്ളിയൊക്കെ ഉള്ളത്. തങ്ങൾ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ആ പെൺകുട്ടികളോട് സംസാരിച്ചു. ആരവിടെ കിടക്കുന്നതെന്ന് അറിയാവുന്ന ഒരു പരമ്പര പറഞ്ഞു. നമ്മളെ പാപ്പാരാണ്. അവരെങ്ങനെ അനാഥാക്കിടാൻ പറ്റുമോ? നമ്മൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് പരിപാലിക്കണം. നിങ്ങൾക്ക് അയ്യോല്ലെങ്കിൽ ഇങ്ങ് വിട്ടേരും, ഞാൻ പരിപാലിച്ചോളാം എന്ന് പറഞ്ഞു. അതാണ് ചുരുക്കം, പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ പരിപാലിച്ചോളാം, അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലമാണ്, പ്രതിഫലം തരാം, വെറുതാക്കണ്ട. കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് കേട്ടു. 2 പെൺകുട്ടികളെ ഉള്ളു, വേറെ ആരും ഇല്ല അവിടെ. ഞങ്ങളൊന്ന് ആലോചിച്ചാട്ടെ എന്ന് പറയാം. ആലോചിക്കണം, തങ്ങൾ പറഞ്ഞു. ആലോചിക്കണം, എല്ലാവരോടും ആലോചിച്ചിട്ട് ഒരാഴ്ചനുള്ളിൽ മറുപടി തന്നാൽ മതി. അങ്ങനെ മറുപടി കിട്ടി. നിങ്ങൾ നോക്കണം, നിമിത്തം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഉപ്പാപ്പ അവരെ കൂടെ വന്നതാണ്. ഇവിടെ മറ്റ് തങ്ങന്മാരല്ലാത്ത ഒരു ഖബർ ഇവിടെ അല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതിനുവേണ്ടി മാത്രം നിയോഗിച്ചതാണോ തങ്ങളെ പ്രസിഡന്റായിട്ടും തോന്നിപ്പോവുക? പിന്നെ തങ്ങൾ അധികം സമസ്തന്റെ പ്രസിഡന്റായി നിന്നിട്ടുമില്ല. ശംസുൽ ഉലമയും പിന്നീട് അധികം നിന്നിട്ടില്ല, മാസങ്ങൾ മാത്രമാണ്. വഫാത്തായി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ തങ്ങന്മാരല്ലാത്ത ഒരൊറ്റ ഖബറായിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഖബർ ഇവിടെ പൊന്തി. അത് ഹിക്മത്ത് യമാനിയ, ഈമാൻ യമാനി എന്ന് പറയുന്ന അതിന്റെ ഒരു ബന്ധാണ്. ആ ബന്ധം കൊണ്ട് സംഭവിച്ചതാ. അങ്ങനെയാണ്. കാരണം ഇവിടെ ഇസ്ലാം സമസ്ത ഉണ്ടാക്കിയത് ഇസ്ലാം നിലനിർത്താൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കി. അതിനെ ജനങ്ങളിൽ അതിനെ പ്രകാശിപ്പിച്ചത്, വിതരണം ചെയ്തത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്. അതാണ് നമ്മുടെ സമസ്ത. ശംസുൽ ഉലമയുടെ ജീവിതമാണ് നമ്മുടെ സമസ്ത. പുന്നാര നബിയുടെ ജീവിതമാണ് ഇസ്ലാം. പുന്നാര നബിയുടെ ജീവിതം പകർത്തിയ സഹാബാക്കൾ അവർ ഇസ്ലാമിനെ പഠിച്ചു, അത് പിൻതലമുറക്ക് കൊടുത്തു. വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു എന്ന് പറഞ്ഞു. ആ ജീവിതം പിൻപറ്റലാണ് പകർത്തിയെടുക്കുക. ഇക്തിബാസ് എന്ന് പറയുന്നത്, ഇക്തിബാസ് ജീവിതം പഠിച്ചെടുക്കുക. സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്തവരാണ് സഹാബാക്കൾ. അതാണ് സഹാബത്തിന്റെ അർത്ഥം തന്നെ. അതാ അതിനെ പിൻപറ്റിയുള്ളദീന തബഅഹും ബിഹിസാൻ, അതിനെ പിൻപറ്റി പോന്നവരാണ്. എന്നതുപോലെ ഈമാൻ യമാനിയ എന്ന് പറയുന്ന, യമാനിൽ വന്ന ബഹുമാനപ്പെട്ട തങ്ങളോട് പിൻപറ്റി പോന്ന കൂടെ വന്ന സഹാബിയാണ് ഷെയ്ഖുനയുടെ വാപ്പാപ്പ. അതിനോട് പിൻപറ്റി പോന്ന ഷെയ്ഖുന. ആ ഷെയ്ഖുനയാണ് നമുക്ക് ഇസ്ലാം എന്താണെന്ന്, ദീൻ എന്താണെന്ന്, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചത്. അതിന്റെ അപ്പുറം നമുക്ക് വേറൊന്നും പഠിക്കാനില്ല. അദ്ദേഹം പഠിപ്പിച്ചതിന്റെ അപ്പുറം നമുക്കൊന്നും പഠിക്കാനില്ല. എല്ലാ തലത്തിലും അദ്ദേഹം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ സുന്നത്ത് ജമാഅത്ത് അദ്ദേഹം കിതാബ് പഠിപ്പിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാരെ, എണ്ണിയാൽ ഒടുങ്ങാത്ത പണ്ഡിതന്മാരെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ വഹാബികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്ത 2022 കാലത്ത് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാതിരിക്കുകയും ശംസുൽ ഉലമയുടെ കർശനം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഇന്നിവിടെ ഇസ്ലാം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ഉണ്ടാവില്ല. അള്ളാഹു നിയോഗിച്ച നിയോഗം അതാണ്. ശംസുൽ ഉലമയും വരക്കൽ മുല്ലക്കോയ തങ്ങളെയൊക്കെ നിയോഗിച്ച അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലോ അള്ളാഹു തആല ദീൻ നിലനിർത്താൻ വേണ്ടി
വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് സംരക്ഷിക്കും. ആ സംരക്ഷണത്തിന്റെ ഭാഗമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഞാൻ കൂടുതൽ പറയുന്നില്ല. ശംസുൽ ഉലമയുടെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ കുറച്ച് നേരം വൈകിയതാണ്. സ്വന്തം നേരെ അനുജന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇന്നലെ നിക്കായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് കല്യാണമാണ്. അവിടെ വീട്ടുകാരൊക്കെ വരുന്നതായതുകൊണ്ട് മോൻ കാണിക്കാൻ വേണ്ടി അവിടെ നിൽക്കുക നിർബന്ധമായി. അതുകൊണ്ട് നേരം വൈകിയതാ. അല്ലെങ്കിൽ നേരത്തെ രാവിലെ തന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ ഖിദ്മത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനയോട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും ശൈഖുനയാണ് എന്നെ മറ്റൊരു വഴിയിൽ നിന്ന് ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ. അതും എന്തിനാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കും പലപ്പോഴും. അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം. 89 ഉണ്ടായ പിളർപ്പിന്റെ സമയത്തൊക്കെ ശൈഖുനായോട് കൂടെ ജീവിക്കാൻ, ഒരു സഹവാസം സുഹബത്തുണ്ടാവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതും ഒരു തൗഫീഖാണ്. അർഹമുറാഹിമായ തമ്പുരാൻ ആ നിലക്ക് ശംസുൽ ഉലമയുടെ ഈ വഴി, അത് പറഞ്ഞാൽ മതി, ശംസുൽ ഉലമയുടെ ഈ വഴിയിലും തെറ്റി പലതും ഇവിടെ പ്രചരിപ്പിക്കുകയും ശംസുൽ ഉലമയെ അടക്കം തന്നെ തള്ളിപ്പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു കൊടുക്കുമാറാവട്ടെ. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നമുക്കറിയാം. നാട്ടിലൊക്കെ നടന്നു നോക്കി. ഞാൻ ഇന്നലെ മഞ്ഞാൽ നോക്കും മംഗലാപുരം ഭാഗത്താണ്, കർണാടകയിലാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ കൂടിയാലോ എന്ന് കരുതാം. അവിടെ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പം അവിടെ ഇല്ല. നല്ല ജനങ്ങള്, എല്ലാം ജനങ്ങൾ സമസ്ത ശംസുൽ ഉലമ എന്നല്ലാത്ത വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിയാത്തവർ വന്ന് അവിടെ നാട്ടി ഓടിക്കും. അങ്ങനത്തെ നല്ല കൂട്ടര്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കേരളക്കാരും സമ്മേളനത്തിൽ വന്നില്ല, ഞങ്ങൾ ഉണ്ടാവുന്ന നമ്മളോട് പറഞ്ഞു. കർണാടക മുഴുവനും, കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ കർണാടകക്കാരെ കാണാനും അവരോട് സാഹസിക്കാനും വേണ്ടി നിങ്ങളെയും ക്ഷണിക്കുകയാണ് സമ്മേളനത്തിലേക്ക്, 100ാം വാർഷികത്തിലേക്ക്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കും. ജനം തള്ളിക്കളയുന്ന സംഗതികളാകും. അതോടുകൂടി അവർക്ക് മനസ്സിലാകും ഞങ്ങൾ വൈ പേച്ചതാണ്, ലാഡീന മുതല്ലീനാന്ന് പറഞ്ഞ വൈ ഞങ്ങളുടേതാണ്. അതാണ് ഈ മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പടച്ചവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നോളി കൂട്ടര്. ഈ കപ്പൽ പുറപ്പെടുകയാണ്. ഈ കപ്പലിന് പിടിച്ചു നിൽക്കില്ല, നബിയുടെ കപ്പലാണ്. രക്ഷമാണെങ്കിൽ കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കയറാം എന്ന് ഞങ്ങൾ പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.